നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിരുന്ന നിമിഷം ഏതായിരുന്നു? എനിക്കൊരു കുഞ്ഞായപ്പോൾ, ഞാനൊരു അമ്മയായപ്പോൾ ഉണ്ടായ സമയം കല്യാണം കഴിഞ്ഞ സമയമാണ്. കല്യാണ ദിവസം കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും. വീടിൻ്റെ അടുത്തൊരു പെൺകുട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? ഗായത്രി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിരുന്ന നിമിഷം ഏതായിരുന്നു? എന്നാന്ന് ഓർമ്മയുണ്ടോ? ഡേറ്റ് ഓർമ്മ? 17 ഏപ്രിൽ 10 അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സങ്കടം തോന്നിയൊരു നിമിഷം ഷെയർ ചെയ്യാം. ആണ്. അവരുള്ളപ്പോൾ നമുക്ക് അങ്ങനെ അവിടെ ഒരു വാല്യൂ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ ആക്സസ് നല്ലോണം ഫീൽ ചെയ്യുന്നു. നമസ്കാരം, പേരെന്തായിരുന്നു? എൻ്റെ പേര് ലക്ഷ്മി ഗോപകുമാർ. ലക്ഷ്മി ഗോപകുമാർ. അപ്പോൾ ചേച്ചിയുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം? സന്തോഷം തോന്നിയ നിമിഷം എനിക്കൊരു കുഞ്ഞായപ്പോൾ, ഞാനൊരു അമ്മയായപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും സങ്കടം തോന്നിയൊരു നിമിഷം? സങ്കടം തോന്നിയ നിമിഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിച്ച ഒരു സമയം. പിന്നെ എൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, പുള്ളി മരിച്ച സമയമാണ് ഏറ്റവും സങ്കടം ജീവിതത്തിൽ തോന്നിയ ഒരു സമയം. ബ്രോ ഹായ്, പേരെന്തായിരുന്നു? സക്കീർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ മൊമെന്റ് എന്താണെന്ന് ഓർമ്മ? സന്തോഷം തന്നത് ഇവരുണ്ടായ സമയം എന്നാണ്? മാർച്ച് 11. ഒരു വർഷമായി. കഴിഞ്ഞ വർഷം. ഒരു വയസ്സായി അല്ലേ? അതാണ് ഇതുവരെ ലൈഫിൽ ഉണ്ടായത് വെച്ച് ഏറ്റവും. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? മുകേഷ് അല്ലേ? അപ്പോൾ ചേട്ടൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം എന്തായിരുന്നു? വളരെ നല്ലൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻ്റ് തന്നെയാണല്ലോ. നമ്മുടെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും നല്ലൊരു ഡ്രീം ഉണ്ടായിരുന്നു, നല്ലൊരു ക്രിക്കറ്റർ ആവണമെന്നുണ്ടായിരുന്നു. ഞാൻ ബാറ്റിംഗ് ബോൾ ചെയ്ത് നടന്നു ചെയ്യുന്നത്. ഇവിടെ ഈ പാലക്കാട് ഈ മൈതാൻ ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഓരോരോ ക്ലാസ്സാണ്, ക്ലാസ് ചെയ്യാൻ ക്ലാസ് ബി ക്ലാസ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമായിരുന്നു. അതിൽ ഞാൻ ഒരു ട്രോഫി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബേസ് ചെയ്തിട്ട് എന്നെ വേറൊരാളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഫെഡായിട്ട് ടൂർണമെൻ്റ് ഉണ്ട്, സോ ഇഫ് ആർ ഇൻട്രസ്റ്റഡ് നിങ്ങൾ വരാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങളുടെ ടീമിലൂടെ കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സ്റ്റഡീസിനെക്കാളും കൂടുതൽ നല്ല സ്നേഹിച്ചത് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ക്രിക്കറ്റ് കളി തന്നെയാണ്. കാരണം എൻ്റെ ഫാമിലി തന്നെ എൻ്റെ ഏട്ടന്മാരൊക്കെ നല്ലോണം, എൻ്റെ ബ്രദേഴ്സൊക്കെ നല്ലോണം കളിക്കുകയാണ്. സോ എനി ടൈം ആ ഒരു കളി മൈൻഡ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ പ്രൊഫഷൻ വളരെ ടൈറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ കളി അത്ര ഇല്ല. അത് നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം നമ്മളെ ഒരാളെ ക്ഷണിക്കുകയല്ലേ, സോ നിങ്ങളുടെ കളി ഓക്കെയാണ്, നിങ്ങൾ വരികയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു സപ്പോർട്ടിങ് ആയിരിക്കും. അത് എന്നെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്ന അറിയില്ല. സോ ഐ ഫീൽ ലോട്ട് ഓഫ് 100% ഇൻ മൈ ഹെഡ്. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? എൻ്റെ പേര് സുനിൽ അല്ലേ? അപ്പോൾ ചേട്ടൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം അറിയാം? കല്യാണം കഴിഞ്ഞ സമയമാണ്. കല്യാണ ദിവസം ലൈഫിൽ എന്തോ ഒരു നേടിയ ഒരു ഇതുപോലെ തോന്നിയത്, അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നി. അത് കഴിഞ്ഞ ശേഷം മക്കളുണ്ടായി.